അസ്സലാമു അലൈക്കും. ചപ്പാത്തി പ്രസ് ഇല്ലാതെ നമുക്ക് അരി ഒറോട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറിയ ബൗൾ തിരികിയ തേങ്ങ കൂടി ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം വെള്ളം തിളപ്പിക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പറഞ്ഞത്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് മാവാണ്. ഇപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നെങ്കിൽ 1 ഗ്ലാസ് മാവ് ചേർക്കാം. ഇതാണ് കറക്റ്റ് പരുവം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് മാവ് എടുത്താൽ മതി കേട്ടോ. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. അരിമാവ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആ വെള്ളത്തിനകത്ത് കിടന്ന് വേവുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. മാവ് നന്നായി കുഴച്ചെടുക്കുക. പിന്നെ എൻ്റെ കൈയുടെ വെള്ളയിലെ കറുപ്പ് കണ്ടോ. ഇത് എനിക്ക് കീമോ എടുത്ത് കഴിഞ്ഞ് വന്ന കറുപ്പാണ്. ഇത് നഖത്തിലും ഉണ്ടായിരുന്നു, പക്ഷെ നഖത്തിലത് പോയി. കൈക്കകത്ത് കുറഞ്ഞ് ഇനിയും ഉണ്ട് കറുപ്പ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, ഗ്ലൗസ് ഇട്ട് പാചകം ചെയ്യുന്ന വീഡിയോ എടുത്താൽ മതി, ഇത് എന്തോ പോലെ കൈക്കകം ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ യൂട്യൂബിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാൻ എൻ്റെ കാര്യങ്ങൾ. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ പുറകിൽ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് പാചകം ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാണ്, എൻ്റെ കൈക്കകത്ത് ഗ്ലൗസ് ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഗ്ലൗസ് ഇടാതെ തന്നെ ഇത് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉമ്മമാരൊക്കെ ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് ഉമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ഉമ്മയൊക്കെ മട്ടൻ കറിയും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു, കോഴിക്കറി ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഉണക്ക മുളക് വറുത്തിട്ട് ചമ്മന്തി ഇടിക്കും, ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് അരയ്ക്കാതെ തന്നെ തേങ്ങ കുഞ്ഞായിട്ട് തിരികിട്ട് നന്നായി കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒറോട്ടിയുടെ കഴിക്കാൻ വേണ്ടി. അങ്ങനെയും എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കാന്താരി മുളക് ചമ്മന്തിയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ നന്നായി കുഴച്ചിരിക്കണം, അതാണ്, അല്ലെങ്കിൽ നമുക്ക് പരുവം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാവല്ലേ എടുത്തോളൂ. മാവ് നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തിയും കൂടെ അരയ്ക്കാം. മിക്സി ജാറിൽ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പും ചേർക്കുക. ഒരു 10-15 കൊച്ചുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 7-8 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പുളി ചേർത്തിട്ടില്ല. അപ്പോൾ ചമ്മന്തി റെഡിയായി. ഒറോട്ടിക്ക് പുളി ഞാൻ ചേർക്കത്തില്ല. ഇനി ഒറോട്ടി പലക എടുക്കുക. ഈ ഒറോട്ടി പലക ഇല്ലാത്തവർക്കുള്ള ഐഡിയ അതിനെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനകത്തേക്ക് എന്തെങ്കിലും നല്ല തുണി ഉണ്ടെങ്കിൽ തുണിയാണ് ഇടേണ്ടത്. പക്ഷേ എൻ്റെ തുണി ഇല്ലാത്തതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കട്ടിയുള്ള ടിഷ്യൂ പേപ്പറാണ്. അത് നനച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മാവ് ഇതിലെടുത്തേക്ക് ഇതിൽ 4 ഒറോട്ടിക്കുണ്ടായിരുന്നു. ഇതേണ്ട, ഈ പാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതേണ്ട, ഇല്ലെങ്കിൽ ഈ പാത്രം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒറോട്ടി പരത്തി എടുക്കാൻ പറ്റും. ഇത് നല്ല എളുപ്പമാണിത്. അപ്പം നമുക്ക് ആദ്യം ഈ പലകയെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അതിന് കുറച്ച് മാവെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ നമ്മുടെയൊക്കെ ഉമ്മമാർ കൈ കൊണ്ട് പരത്താറുണ്ട്. പക്ഷേ എനിക്ക് കൈ കൊണ്ട് അറിയത്തില്ല. ഇങ്ങനെ വട്ടം പിടിച്ച് അവർക്ക് വലുതാക്കി എടുക്കും. പക്ഷേ ഇതുപോലെ പരത്തി എടുത്തിട്ട് ഞാൻ ഇതിൽ വെച്ച് കൊടുത്ത് പരത്തിയെടുക്കുകയാണ്. ഇത് നമ്മൾ ഉള്ളം കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്യുമ്പോൾ അത് ഇതായിട്ട് വരും കണ്ടോ. നമ്മളെ വിരലുകൾ കണ്ടോ. ആദ്യം ഒന്ന് പാടായിരിക്കും, പിന്നെ കറക്റ്റായിട്ട് വരും. ഇത് ഈ 1/2 ഗ്ലാസ് മാവിൽ 1 ഗ്ലാസ് അളവിൽ എനിക്ക് 4 ഒറോട്ടിക്ക് കിട്ടിയായിരുന്നു. ഇതേണ്ടോ, ഇങ്ങനെ പരത്തി നന്നായി എടുക്കാൻ പറ്റും. എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കിതില്ലെങ്കിൽ അടപ്പില്ലേ, സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പിനകത്തും നമുക്കിത് മതി. ഇത് പലക വേണമെന്നൊന്നുമില്ല. ഈ പലക ഞാൻ കാണിച്ചതാണ്. ഇത് പണ്ടെങ്ങാനും എൻ്റെ ഉമ്മയുടെ പലക ഇവിടെ കിടന്ന് ഞാൻ അതെടുത്ത് ഞാൻ എടുക്കാറുണ്ട്. ഇത് ഒറോട്ടി ഉണ്ടാക്കുന്നതിൽ മിക്കവാറും ഒറോട്ടി ഉണ്ടാക്കാറുണ്ട് ഞാൻ. ഇതേ കണ്ടോ. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പിൽ ഇത് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് അല്പം ഒന്ന് നനച്ച് കൊടുക്കണേ. നമുക്ക് നനച്ചിട്ട് ഈ പേപ്പറിൽ നനച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലും വെച്ച് നമുക്ക് പരത്തിയെടുക്കാം.
കണ്ടോ, കൈയുടെ ഉള്ളം കൈയാണ് നമ്മളിതിന് വേണ്ടി മെയിൻ ഉപയോഗിക്കുന്ന വിരലുകളും. നന്നായി ഇതായി നല്ല അയഞ്ഞാൽ മാത്രമേ ഇതിങ്ങനായി വരത്തുള്ളൂ. അയഞ്ഞില്ലെങ്കിൽ കയറി ഇറങ്ങി എല്ലാം പല പരുവത്തിൽ പോവും. തേങ്ങ ഇട്ടിരിക്കുകയല്ലേ. പക്ഷെ ഇത് ഒരു ഒറോട്ടി കഴിച്ചാൽ മതി ഒരാൾ. മറ്റേ നമ്മൾ ചപ്പാത്തി പ്രസ്സിലൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ വേണ്ട ഒരാൾക്ക് കഴിക്കാൻ. ഇതാകുമ്പോൾ ഒരു ഒറോട്ടി ധാരാളം. കൂടുതൽ കഴിക്കുന്നവർക്ക് 2 എണ്ണോ 3 എണ്ണോ, അതിൽ കൂടുതലൊന്നും വേണ്ട. കറക്റ്റായി ഉണ്ടോ? എന്ത് എളുപ്പമായിട്ട് ഉണ്ടാക്കാമെന്നറിയാമോ ഇത്? അപ്പോൾ നമുക്കിനി പാത്രം അടുപ്പിൽ വെച്ച് ദോശക്കൽ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചുട്ടെടുക്കുന്നത്. ഇത് ഉണ്ടോ, കറക്റ്റ് ഉണ്ടോ, ഒറോട്ടി ഉണ്ടോ? നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ. കണ്ടോ, അങ്ങനെ 4 എണ്ണം റെഡിയായി കഴിഞ്ഞ്. 4 ഒറോട്ടിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊന്ന് മാത്രമാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.